അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫൊറിയർ ഇൻ്റഗ്രൽ പറഞ്ഞു. ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ, ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ, അതുപോലെ തന്നെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം, ഇത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്പിക്കലായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. Okay, find the Fourier sine integral for e raised to minus beta x. Hence show that pi by 2 e raised to minus beta x equal to integral 0 to infinity omega sine omega x by beta square plus omega square into d omega x. നമ്മൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ഫൊറിയർ ഇൻ്റഗ്രൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഫൊറിയർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഒരു നോൺ പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ആ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ 0 to infinity d omega, then integral minus infinity to infinity f of t into cos omega into t minus x into dt. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലും ഫൊറിയർ സൈൻ ഇൻ്റഗ്രലും പറഞ്ഞിരുന്നു. നമുക്ക് കിട്ടിയ നമ്മുടെ ഫംഗ്ഷൻ ഓഡാണോ ഈവൻ ആണോ എന്നുള്ള ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിലേക്കും ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലിലേക്കും പോയത്. നമുക്ക് കിട്ടുന്ന ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to infinity. ഇവിടെ നമുക്ക് കിട്ടുന്നത് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്, നെക്സ്റ്റ് ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടി ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ടി ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇ റേസ് ടു മൈനസ് ബീറ്റ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കേസിലുള്ള ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് എഫ് ഓഫ് ടിക്ക് വരത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ എഫ് ഓഫ് ടി ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇ റേസ് ടു മൈനസ് ബീറ്റ എക്സ് അല്ല, പിന്നെ എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് ബീറ്റ ടി ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫംഗ്ഷൻ്റെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2/π ഇൻ്റഗ്രൽ 0 to infinity സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടിക്ക് വരെ നമ്മൾ ഇ റേസ്ഡ് മൈനസ് ബീറ്റ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് ഇൻറ്റു ഡി ടി എന്ന് എഴുതാൻ കഴിയും. ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഫൊറിയർ സീരീസ് പറഞ്ഞപ്പോഴും നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതായത് ഇൻ്റഗ്രൽ ഇ റേസ്ഡ് എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ്ഡ് എ എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇ റേസ്ഡ് എ എക്സ് കോസ് ബി എക്സ് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ വാല്യൂ എത്ര കിട്ടും? ഇവിടെ കിട്ടുന്നത് ഫസ്റ്റ് ടൈം സെയിം തന്നെയാണ്, ഇ റേസ്ഡ് എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ഇവിടെ നമ്മൾ സൈൻ ബി എക്സ് ആയപ്പോഴേക്കും നമ്മൾ എ സൈൻ ബി എക്സിൽ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നമ്മൾ എ കോസ് ബി എക്സിൽ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത പ്ലസ് ആണ്, പ്ലസ് ബി സൈൻ ബി എക്സ് ആണ്. ഇത് രണ്ട് സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 2/π ഇൻ്റഗ്രൽ 0 to infinity സൈൻ ഒമേഗ എക്സ്. അപ്പോൾ ഈ ഇൻ്റഗ്രലിന് വരെ ഇ റേസ്ഡ് മൈനസ് ബീറ്റ ടി ഇൻറ്റു സൈൻ ഒമേഗ ടിക്ക് വരെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇവിടെ എ എക്സിന് പകരം വന്നേക്കുന്നത് മൈനസ് ബീറ്റ ടി ആണ്, ബി എക്സിന് പകരം വന്നേക്കുന്നത് ഒമേഗയാണ്. അപ്പോൾ എക്ക് പകരം മൈനസ് ബീറ്റയും അതുപോലെ തന്നെ ബിക്ക് പകരം ഒമേഗയും കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ റേസ്ഡ് എ എക്സിന് പകരം നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇ റേസ്ഡ് ഇവിടെ വന്നേക്കുന്ന ഫംഗ്ഷൻ ഇ റേസ്ഡ് മൈനസ് ബീറ്റ ടി ആണ്. അപ്പോൾ ഇ റേസ്ഡ് മൈനസ് ബീറ്റ ടി ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് പകരം നമുക്ക് എന്തെഴുതാൻ പറ്റും? ബീറ്റ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം ഇൻറ്റു എ സൈൻ ബി എക്സ്. അപ്പം അതിന് വരെ നമുക്ക് കൊടുക്കാവുന്നത് ബീറ്റ സൈൻ ബി എക്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സൈൻ ഒമേഗ ടി, ബീറ്റ സൈൻ ഒമേഗ ടി മൈനസ് അടുത്ത് കിട്ടുന്നത് ഒമേഗ കോസ് ഒമേഗ ടി. ഓക്കെ, ലിമിറ്റ് എന്ന് പറയുന്നത് 0 to infinity ആണ്. ഇവിടെ ഇവിടെ ഇതിന് വരെ മൈനസ് ബീറ്റയാണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ബീറ്റയാണ്. പിന്നെ നമ്മളിതിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2/π ഇൻ്റഗ്രൽ. ഓക്കെ, ഇവിടെ അടുത്ത നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to infinity സൈൻ ഒമേഗ എക്സ് ഇൻറ്റു നിങ്ങൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴേക്കും ഇത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇ റേസ്ഡ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1/e റേസ്ഡ് ഇൻഫിനിറ്റി ആണ്. ഇ റേസ്ഡ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ 1/e റേസ്ഡ് ഇൻഫിനിറ്റി എന്തായി പോകും? 0 ആയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴേക്കും ഈ ഇവിടെ ഒരു ഇ റേസ്ഡ് മൈനസ് ബീറ്റ ടി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വാല്യൂ എന്താകും? ഇത് 0 ആകും.
ഇനി നമുക്ക് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ ഇവിടെ ടിക്ക് വരെ നമ്മൾ 0 കൊടുക്കുമ്പോഴേക്കും ഇ റൈസ് ടു 0 ആകും. അപ്പോൾ അത് 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് 1 ബീറ്റ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. സൈൻ 0യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടൈം 0 ആയി പോകും. രണ്ടാമത്തെ ടൈമിൽ കോസ് 0 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കിട്ടും? മൈനസ് ഒമേഗ എന്ന് കിട്ടും ഇൻറ്റു ടി എക്സ് ആണ്. പിന്നെ നിങ്ങൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താകും? ഇവിടെ ഇൻറ്റു മൈനസ് ഒമേഗയാണ്. ഇ റെസ് ടു 0 1 ആണ്. അപ്പോൾ 1 ബീറ്റ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇവിടെ ഇൻറ്റു മൈനസ് ഒമേഗ. ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് 2 π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇവിടെയുള്ളത് ഒരു ഒമേഗ സൈൻ ഒമേഗ എക്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ ബീറ്റ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നു. അപ്പം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് π/2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ബീറ്റ എക്സ്. അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇ റൈസ് ടു മൈനസ് ബീറ്റ എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് ഇ റൈസ് ടു മൈനസ് ബീറ്റ എക്സ് ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താകും? ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും π/2 ആണ്. അപ്പം ലെഫ്റ്റ് സൈഡ് π/2 ഇ റൈസ് ടു ബീറ്റ എക്സ് ആണ്. റൈറ്റ് സൈഡിൽ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ ബീറ്റ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ആണ്. ഇവിടെ എല്ലാം നമ്മളൊരു ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഡി ഒമേഗയിലാണ് നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഞാനിത് എഴുതിയത് ഡി ഒമേഗയാണ്. ഇവിടെ ഇത് ഡി ഒമേഗയാണ്, ഇതും ഡി ഒമേഗയാണ്. നമുക്കിവിടെ കിട്ടുന്നത് ഡി ഒമേഗയാണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ ബീറ്റ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡി ഒമേഗ ഈക്വൽ ടു π/2 ഇ റൈസ് ടു മൈനസ് ബീറ്റ എക്സ്. The next is find the Fourier transform of f of x equal to 1 for modulus of x less than a and 0 for modulus of x greater than a. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജി ഓഫ് ഒമേഗ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. അതൊക്കെ പല രീതിയിൽ പല ടെക്സ്റ്റിലും എഴുതി കാണാറുണ്ട്. അതിൽ കാര്യമൊന്നുമില്ല. നമ്മളുടെ അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫൊറിയർ ഇൻ്റഗ്രൽ അല്ല, ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ 1/√2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ്ഡ് ഐ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫൊറിയർ ട്രാൻസ്ഫോം ഇതിൻ്റെ കേണൽ ഫംഗ്ഷൻ ആണ് ഇ റൈസ്ഡ് ഐ ഒമേഗ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/√2π. അപ്പോൾ നിങ്ങളിവിടെ എടുക്കുന്ന ഇതിപ്പം ഇതിനെ നിങ്ങൾക്ക് എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു ഐ ഒമേഗ ടി ഡി ടി എന്നോ അങ്ങനെ നിങ്ങൾ ആ വേരിയബിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. എൻ്റെ കേണൽ ഫംഗ്ഷൻ ഏതാണ്, ഏതിലൊക്കെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1/√2π. നോക്കി നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഫോർ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ എ. അപ്പം മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ എ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ എ എന്ന് പറയുമ്പോഴത്തേക്കും എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വരും? -a ടു +a വരെ വരും. കാരണം -a ആണെങ്കിലും അതുപോലെ +a ആണെങ്കിലും മോഡുലസ് a തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് പുറത്തുള്ള കേസിലെല്ലാം ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലിമിറ്റിനെ ഒന്നും കൂടി നമുക്കൊന്ന് മാറ്റി എഴുതാം. നിങ്ങൾ എവിടെ മുതൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി? -a ടു a കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം ഇതിന് ഔട്ട് സൈഡ് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഇനി -a മുതൽ a വരെ വരുമ്പോഴേക്കും ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ 1 ഇൻറ്റു ഇ റൈസ്ഡ് ഐ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 1/√2π ഇ റൈസ്ഡ് ഐ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ്ഡ് ഐ ഒമേഗ എക്സ് ഡിവൈഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിവൈഡ് ബൈ ഐ ഒമേഗയാണ്. വിത്ത് റെസ്പെക്ട് ടു ഒമേഗയിലായിരുന്നു നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇ റൈസ്ഡ് ഐ ഒമേഗ ബൈ ഐ ഒമേഗ എക്സ് ബൈ ഐ എക്സ് ആയനെ. ഇത് നിങ്ങൾ എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഡിവൈഡ് ബൈ ഐ ഒമേഗയാണ്. നമ്മുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ -a ടു +a ആണ്. പിന്നെ നമുക്ക് ഈ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 1/√2π. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 1/i ഒമേഗ കൂടി പുറത്തെടുക്കാം. 1/i ഒമേഗ
ഫസ്റ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് എ ആകുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ ഐ ഒമേഗ എ. അടുത്തത് പറഞ്ഞാൽ മൈനസ് ഇ റൈസ്ഡ് മൈനസ് ഐ ഒമേഗ എ ആണ്. ഈക്വൽ ടു 1 by root 2 pi into 1 by I omega. ഓക്കെ, ഇ റൈസ്ഡ് ഐ ഒമേഗ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ് ഒമേഗ എ പ്ലസ് ഐ സൈൻ ഒമേഗ എ ആണ്. ഇ റൈസ്ഡ് മൈനസ് ഐ ഒമേഗ എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ വാല്യൂ കോസ് ഒമേഗ എ മൈനസ് ഐ സൈൻ ഒമേഗ എ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോഴേക്കും കോസ് ടൈം ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് ഐ സൈൻ ഒമേഗ എ മൈനസ് ഓഫ് മൈനസ് ഐ സൈൻ ഒമേഗ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും, ഇത് 2 times ഐ സൈൻ ഒമേഗ എ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഐ ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് ഇവിടെ 2 by root 2 എന്ന് പറയും, 2 by root 2 വരും, അത് root 2 ആണ്. അപ്പോൾ root 2 by pi root of 2 by pi into സൈൻ ഒമേഗ എ ഡിവൈഡ് ബൈ ഒമേഗയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ എക്സ്പ്രഷൻ. ഫൈൻഡ് ദി ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് √2 by pi sin omega a by omega ആണ്. Next is find the Fourier transform of f of x equal to 1 minus x square for mod x less than or equal to 1 and 0 for mod x greater than or equal to 1. അപ്പോൾ നമുക്ക് ഇതിൻ്റെ Fourier transform f of x equal to 1 by √2 pi integral minus infinity to infinity f of x into e raised I omega x dx എന്ന് എഴുതാം. ഇവിടെ നിങ്ങളുടെ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് -1 to +1 വരെ മാത്രമാണ്. അതുകൊണ്ട് -1 to 1. ഇവിടെ നിങ്ങളുടെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 minus x square ആണ്. 1 minus x square into e raised I omega x dx ആണ്. നിങ്ങളിതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 1 by √2 pi. നിങ്ങൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 minus x square ഫസ്റ്റ് ഫംഗ്ഷൻ e raised I omega x by I omega മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുന്നത് 1 minus x square ഡെറിവേറ്റീവ് -2x ഇ റേസ്ഡ് ഐ ഒമേഗ എക്സ്. അടുത്തതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോഴേക്കും ഇത് ഐ ഒമേഗ ദി ഹോൾ സ്ക്വയർ ആകും. അടുത്ത പ്ലസ് -2x ഡെറിവേറ്റീവ് -2. പിന്നെ നിങ്ങൾ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇ റേസ്ഡ് ഐ ഒമേഗ എക്സ് ബൈ ഐ ഒമേഗ ദി ഹോൾ ക്യൂബ്. ലിമിറ്റ് -1 to +1 ആണ്. ഈക്വൽ ടു 1 by √2 pi. നിങ്ങൾ 1 കൊടുക്കുമ്പോഴേക്കും ഈ ടേം 1 - 1 0 ആകും. പിന്നുള്ളത് ഈ ഒരു ടേം എന്ന് പറയുന്നത് 2 into ഇ റേസ്ഡ് ഐ ഒമേഗ ഡിവൈഡ് ബൈ ഐ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത ടൈം വരുമ്പോഴത്തേക്ക് ഇത് -2 into ഇ റേസ്ഡ് ഐ ഒമേഗ ഡിവൈഡ് ബൈ ഐ സ്ക്വയർ ഐ ക്യൂബ് ഒമേഗ ക്യൂബാണ്. അടുത്ത ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് അവിടെയും -1 കൊടുക്കുമ്പോൾ ഈ ടൈം 0 ആകും. അടുത്ത ടൈം വരുമ്പോഴത്തേക്ക് ഇത് മൈനസ് ഓർ മൈനസ് പ്ലസ് ആണ്. 2 into -1 എന്ന് പറയുമ്പോഴത്തേക്ക് -2 into ഇ റേസ്ഡ് ഐ ഒമേഗ എക്സ് ബൈ ഐ സ്ക്വയർ ഒമേഗ സ്ക്വയർ. അടുത്ത ടൈം വരുമ്പോഴത്തേക്കും -2 into ഇവിടെ മൈനസ് ആണ്, എക്സിന് -1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് -i ഒമേഗ ആകും. ഇവിടെ വരുന്ന ഇ റേസ്ഡ് -i ഒമേഗ ഡിവൈഡ് ബൈ ഐ ക്യൂബ് ഇൻറ്റു ഒമേഗ ക്യൂബ് എന്ന് കിട്ടും. ഇതിൽ നമ്മൾ തൽക്കാലം ഐ സ്ക്വയറിന് പകരം -1 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടൈം ഇതെന്താകും -2 by ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇ റേസ്ഡ് ഐ ഒമേഗ. ഇവിടെ വരുമ്പോഴത്തേക്കും ഐ സ്ക്വയർ -1 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് +2 by ഐ ഒമേഗ ക്യൂബ് ഇൻറ്റു ഇ റേസ്ഡ് ഐ ഒമേഗ. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, ഇവിടെ ഒരു മൈനസ് കൂടി വരുമ്പോഴേക്കും -2 by ഒമേഗ സ്ക്വയർ ഇ റേസ്ഡ് -ഐ ഒമേഗ. ഇവിടെ വരുമ്പോഴത്തേക്കും മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, ഐ സ്ക്വയറിൻ്റെ മൈനസ് കൂടെ ആകുമ്പോഴത്തേക്കും മൈനസ്. അപ്പം -2 by ഐ ഒമേഗ ക്യൂബ് ഇ റേസ്ഡ് -ഐ ഒമേഗ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം. 1 by √2 pi. നമ്മൾ -2 by ഒമേഗ സ്ക്വയർ കോമൺ എടുത്താൽ നമുക്ക് കിട്ടുന്നത് -2 by ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇ റേസ്ഡ് ഐ ഒമേഗ പ്ലസ് ഇ റേസ്ഡ് -ഐ ഒമേഗ. അടുത്ത ടേബിളിൽ നമുക്ക് 2 by ഐ ഒമേഗ ക്യൂബ് കോമൺ എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഇ റേസ്ഡ് ഐ ഒമേഗ മൈനസ് ഇ റേസ്ഡ് -ഐ ഒമേഗ എന്ന് കിട്ടും. ഈക്വൽ ടു ഇ റേസ്ഡ് ഐ ഒമേഗ പ്ലസ് ഇ റേസ്ഡ് -ഐ ഒമേഗ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 1 by √2 pi -2 by ഒമേഗ സ്ക്വയർ ഇ റേസ്ഡ് ഐ തീറ്റ പ്ലസ് ഇ റേസ്ഡ് -ഐ തീറ്റ എന്ന് പറയുമ്പോഴേക്കും സൈൻ ടൈമുകൾ ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ള കോസ് ടൈമുകളാണ്, അതായത് 2 cos ഒമേഗ
ഇതുപോലെ അടുത്ത ടൈം വരുമ്പോഴേക്കും ഇത് 2/i⍵³ ഇൻറ്റു മൈനസ് ആകുമ്പോഴത്തേക്കും കോസ് ടൈം ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സൈൻ ടൈം ആണ്. അപ്പോൾ 2i sin ഒമേഗയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് 2i sin ഒമേഗയാണ്. ഇനി നമുക്കിതിനെ പിന്നെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു -4 കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തെടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4 പുറത്തെടുത്താൽ നമുക്ക് കിട്ടുന്നത് 4/√2π. ബാക്കി ഇവിടെ ഉള്ളത് cos ω/ω². ഇവിടെ മൈനസ് ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് i ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് sin ω/ω³ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ω³ പുറത്തെടുത്താൽ നമുക്ക് കിട്ടുന്നത് 1/√2π ω³ ഇൻറ്റു sin ω മൈനസ് ω cos ω എന്ന് എഴുതാം. ഇതാണ് നമ്മളുടെ ഫൈനൽ വാല്യൂ. ഫോറിയർ ട്രാൻസ്ഫോം കിട്ടുന്നത് 4/√2π ω³ ഇൻറ്റു sin ω മൈനസ് ω cos ഒമേഗയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഫോറിയർ ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഫോറിയർ ഇൻ്റഗ്രലോ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫോറിയർ ഇൻ്റഗ്രലിൻ്റെ കേസിൽ നമ്മളൊരു ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഫോറിയർ കോസൈൻ ഇൻ്റഗ്രലോ അല്ലെങ്കിൽ ഫോറിയർ ഇൻ്റഗ്രലോ ഏതെങ്കിലും ഫംഗ്ഷൻ്റെ കേസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇൻ്റഗ്രേഷൻ മാത്രമാണ് അല്പം ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ആൻസറിലേക്ക് എത്താൻ കഴിയും.